സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. സുരാസുരാസേവിതപാദപങ്കജ കരേ വിരാജത് കമനീയ പുസ്തക വിരിഞ്ച പത്നീ കമലാസനസ്ഥിത സരസ്വതീ നൃത്യതു വാചിമേ സദാ. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധര സ്വധാംനാ. അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. യാ ദേവീ സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. ഇനി അടുത്തത് അംബായജ്ഞ വിധിയെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഭഗവതിയായിട്ടുള്ള ജഗദംബികയുടെ യജ്ഞത്തിൽ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ഉചിതമായ വിധിയെ കുറിച്ച്. ഇത് ശരിക്കും പറഞ്ഞാൽ കുറെ ഒരുപാടൊന്നും പറയാനുള്ള സമയം വളരെ കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇതിലെ വളരെ കുറച്ച് കാര്യങ്ങൾ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ സാത്വികം, രാജസം, താമസം ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ആരാധന അനുഷ്ഠാന വിധികൾ ലോകത്ത് നിലവിലുണ്ട്. ഇതില് ആരുടെയാണ്? രാക്ഷസന്മാരുടെയാണ് താമസം, മുനിമാരുടേതാണ് സാത്വികം, രാജാക്കന്മാരുടേതാണ് രാജസം, ഇങ്ങനെ വിമുക്തന്മാരുടേത് ജ്ഞാനമയം. ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള ആരാധനാ സമ്പ്രദായങ്ങൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ഒരുപാട് ആരാധനാ വിഷയങ്ങളൊക്കെ ഇവിടെ പ്രസ്താവിച്ചുകൊണ്ട് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നത് ശ്രദ്ധയിൽ വരണം എന്ന് തോന്നുന്നു. അതായത് അന്യായമായിട്ട് ആർജിച്ച ദ്രവ്യം കൊണ്ട് ഏത് പുണ്യകർമ്മം ചെയ്താലും അത് ഈ ലോകത്തിൽ കീർത്തി നൽകാൻ ഉതകുകയില്ല എന്നാണ്. പരലോകത്തിലും അതിന് ഒരു ഫലവും ലഭിക്കാൻ പോകുന്നില്ല. അതായത് അന്യായമായിട്ട് കുറെ പൈസ ഉണ്ടാക്കി ഇതുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് കൊണ്ട് ആ പുണ്യകർമാനുഷ്ഠാനം ഒരു തലത്തിലും കീർത്തി നൽകാൻ അത് ഉതകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പരലോകത്തിൽ സുഖവും ഒക്കെ ഉണ്ടാകുന്നതിന് വേണ്ടി ന്യായമായ മാർഗത്തിലൂടെ സമ്പാദിച്ച ധനം കൊണ്ട് മാത്രമേ പുണ്യകർമ്മം ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് ഒരു ഉദാഹരണം അവിടെ പറയും. അത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു ഉദാഹരണമാണ് എന്ന് തോന്നുന്നു. പ്രത്യക്ഷം തവ രാജേന്ദ്ര പാണ്ഡവൈസ്തു മഖകൃത രാജസൂയ ക്രതുവര സമാപ്ത വര ദക്ഷിണ. അതായത് രാജാവെ അങ്ങേക്ക് അറിവുള്ളതാണല്ലോ പാണ്ഡവന്മാർ ചെയ്ത യാഗത്തെക്കുറിച്ച്. യജ്ഞങ്ങളിൽ ഉത്തമമായിട്ടുള്ള യജ്ഞം എന്ന് പറയുന്നത് യാജസൂയമായിരുന്നു. അതായത് യജ്ഞം എന്നുള്ളതിന് യാഗം എന്നുള്ള അർത്ഥമെടുത്താൽ എന്താണ്? ഉത്തമമായിട്ടുള്ള യജ്ഞം എന്ന് പറയുന്നത് രാജസൂയമാണ്. അപ്പൊ ഈ രാജസൂയം സമാപിച്ചപ്പോൾ ധാരാളം ദക്ഷിണയൊക്കെ ഈ പാണ്ഡവര് നൽകി. യാദവ പ്രമുഖനും മഹാമനസ്കനുമായ സാക്ഷാൽ ഭഗവാൻ കൃഷ്ണനും വിദ്യകളെല്ലാം അഭ്യസിച്ച ഭരദ്വാജാദി ബ്രാഹ്മണരും ഒക്കെ അവിടെ സന്നിഹിതരായിരുന്നു. പക്ഷെ മാസത്തിനുള്ളിൽ പാണ്ഡവർ യജ്ഞം പൂർത്തിയാക്കി. പക്ഷേ ഈ യജ്ഞത്തിന് ശേഷം എന്താ ഉണ്ടായത്? മഹാകഷ്ടത്തിൽ അകപ്പെട്ടുകൊണ്ട് അവർ വനവാസം വരിക്കേണ്ടി വന്നു. പാഞ്ചാലി പീഡിപ്പിക്കപ്പെട്ടു, ചൂതുകളിയിൽ പരാജയം ഉണ്ടായി, വനവാസത്തിന് പോകേണ്ടി വന്നു. യാഗത്തിന്റെ ഫലം എവിടെ പോയി? ഇതാണ് ചോദിക്കുന്നത്. യജ്ഞം എന്നുള്ളതിന്റെ ഫലം എവിടെ പോയി? ഇത്രയും കഷ്ടം അനുഭവിക്കേണ്ടി വന്നില്ലേ യജ്ഞം നിർവഹിച്ചിട്ട്? തന്നെയല്ല, മഹാത്മാക്കളായിട്ടുള്ള ഇവര് പാണ്ഡവരുടെ എല്ലാം തന്നെ വിരാടന് ദാസപ്പണി ചെയ്തു. സ്ത്രീരത്നമായ ദ്രൗപദി ഈജകനാൽ ക്ലേശിപ്പിക്കപ്പെട്ടു അല്ലെ? ശുദ്ധഹൃദയായ മഹാബ്രാഹ്മണരുടെ ആശീർവാദങ്ങളൊക്കെ എവിടെ പോയി? അത്യന്ത കഷ്ടത്തിൽപ്പെട്ട അവർക്ക് വാസുദേവ ഭക്തി കൊണ്ട് എന്തുണ്ടായി? ഇതൊക്കെയാണ് ചോദിക്കുന്നത്. അതായത് ദേവി ഭാഗവതത്തിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഇത്തരം സന്ദർഭത്ത് തന്നെയല്ല, ഊർധ്വബാഹുർവിരൗമേഷ നജകശ്ചിച്ഛൃണോതി വേ ധർമാദർത്ഥശ്ച കാമശ്ച സധർമ്മ കിം ന സേവ്യതേന്ന് രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വ്യാസന്റെ വിലാപം അതൊക്കെ മഹാഭാരതത്തില് മനോഹരമായിട്ട് വർണ്ണിക്കുന്നുണ്ട്.
ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം നടത്തിയപ്പോൾ ഈ ദ്രുപദപുത്രിയെ രക്ഷിക്കാൻ ആരും ഉണ്ടായില്ലല്ലോ, പാണ്ഡവർ പോലും ഉണ്ടായില്ല. അവള് സാധ്വി ആയിരുന്നു, സുന്ദരിയായിരുന്നു, തലമുടിക്ക് ചുറ്റി വഴിക്കപ്പെട്ടു. പിന്നെ ധർമ്മനന്ദനായ യുധിഷ്ഠിരൻ, ദേവദേവേശനായ കേശവൻ, ഇവരൊക്കെ ഉള്ളപ്പോ ധർമ്മത്തിന് എന്തുകൊണ്ട് ഇങ്ങനെ വീഴ്ച വന്നു എന്ന് ചിന്തിക്കേണ്ടതല്ലേ എന്ന് ദേവി ഭാഗവതം ചോദിക്കുകയാണ്. അപ്പൊ ഭവിതവ്യമിതി പ്രോക്തേ നിഷ്ഫലസ്യാത്തദാഗമഃ വേദമന്ത്രാസ്തധാന്യേച വിദധാസ്വിരശംശയം എന്നാണ്. അതായത് എന്താണ് അതിന്റെ അർത്ഥം? സംഭവിക്കേണ്ടതാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ വേദം നിഷ്പ്രയോജനമാണെന്ന് പറയേണ്ടി വരും. വേദമന്ത്രങ്ങളും മറ്റ് പലതും നിഷ്പ്രയോജനങ്ങളും അർത്ഥശൂന്യവുമാണ് എന്ന് പറയേണ്ടി വരും. അപ്പൊ സംഭവിക്കേണ്ടത് സംഭവിച്ചേ തീരൂ എന്നാണ് വാദമെങ്കിൽ ആ ഒരു സംഭവിക്കേണ്ടതിന് കാരണമായിട്ടുള്ള സാധനം നിഷ്ഫലവും ഉപായം നിരർത്ഥകവുമാണ് എന്ന് വരും. അപ്പൊ സംഭവിച്ചേ തീരുവെങ്കിൽ പിന്നെ ഉപായത്തിനോ ഉപകരണത്തിനോ യാതൊരു പ്രസക്തിയും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് വേദങ്ങളിലും അർത്ഥവാദങ്ങൾ, തത്വം ഉദാഹരിക്കുന്ന കഥകൾ ഇവയൊക്കെ ഉണ്ട് എന്ന് വരാം. പക്ഷെ സകല വൈദിക കർമ്മങ്ങളും അതുപോലെ തന്നെ സ്വർഗത്തിന് വേണ്ടിയുള്ള തപസ്സും വർണ്ണാശ്രമങ്ങളും ഒക്കെ വ്യർത്ഥമാണ് എന്ന് പറയേണ്ടി വരില്ലേ? ഇപ്പൊ ഭവിതവ്യമേവ എന്നുള്ള ഭവത്യേവ, എന്താണ് സംഭവിക്കേണ്ടത് സംഭവിക്കുക തന്നെ ചെയ്യും എന്നുള്ള ഒരു കാര്യം ഹൃദയത്തിൽ അങ്ങോട്ട് വേരുറച്ചാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ വ്യർത്ഥമാണ്. പൗരുഷത്തിലും ദൈവത്തിലും ഒക്കെ നമ്മൾ ആശ്രയിച്ചേ മതിയാവുള്ളൂ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ. അപ്പൊ അതുകൊണ്ട് കർത്തൃഭേദം, മന്ത്രഭേദം, ദ്രവ്യഭേദം ഇവയൊക്കെ ആസ്പദമാക്കി കർമ്മങ്ങൾ പലതരത്തിലുണ്ട് എന്ന് കർമ്മവാദികളായിട്ടുള്ള പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു ഭേദത്തെ, അതായത് ഭേദത്തെ വർണ്ണിക്കുകയും ദേവന്മാര് വിശ്വരൂപനെ യജ്ഞാചാരനായി വരിച്ചുകൊണ്ട് പറയുന്ന സംഗതികളൊക്കെ വിശദമായിട്ട് അവിടെ വിശദീകരിക്കുകയും ദ്രോണരെ നശിപ്പിക്കുന്നത്, അതായത് എന്താണ് കർമ്മം എന്ന് പറയുന്നത് വിഗുണമായി പോയത് കർത്തൃഭേദം കൊണ്ടാണ് എന്നുള്ളത് തീർച്ചയാണ്. അല്ലെങ്കിൽ കോപത്തോടുകൂടി പാഞ്ചാല രാജാവ് കർമ്മം ചെയ്തത് കൊണ്ടാണല്ലോ ദ്രോണരെ നശിപ്പിക്കുന്ന പുത്രൻ ഉണ്ടായത്. അതായത് യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ ശങ്കരാചാര്യരുടെ ഭഗവത്ഗീത ഭാഷയൊക്കെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? യജ്ഞം എന്ന് പറയുന്നതിന് അദ്ദേഹം യാഗം, അതായത് അഗ്നിയിൽ അർപ്പിച്ചുകൊണ്ടുള്ള യാഗം എന്ന് തന്നെ അർത്ഥം പറയുന്നു. പക്ഷെ പിൽക്കാലത്തുള്ള ഒരുപാട് ആചാര്യന്മാർ അതിന് അർത്ഥം പറയുന്നത് യജ്ഞം എന്ന് പറയുന്നത് കർമ്മഫലത്തെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള കർമ്മത്തെയാണ്. അതായത് ഇവിടെയും അത് നമുക്ക് വളരെ കർമ്മം വിഗുണമായി പോയത് കർത്തൃഭേദം കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് കോപത്തോടുകൂടി പാഞ്ചാല രാജാവ് കർമ്മം ചെയ്തത് ദ്രോണരെ നശിപ്പിക്കുന്ന പുത്രൻ ഉണ്ടായത്. അതുപോലെ ദൃഷ്ടദ്യുമ്നനും ദ്രൗപദിയും ജനിച്ചു. ഇതുപോലെ ദശരഥ മഹാരാജാവ് പുത്രകാമേഷ്ടി യാഗം ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന് 4 പുത്രന്മാരുണ്ടായി. അതുകൊണ്ട് ക്രിയ ഉണ്ടായത് കൊണ്ട് ഫലം ഒരു സംശയമില്ലാണ്ട് ഫലം ഉണ്ടാവുക തന്നെ ചെയ്യും. ഇതുപോലെ പാണ്ഡവന്മാര് ചെയ്ത പ്രവൃത്തിയും രാജസൂയ മഹായജ്ഞം നടത്തിയതിൽ അവർക്ക് എന്തോ ചില വൈകല്യം അത് ഉണ്ടായത് കൊണ്ട്, അതായത് അതിന്റെ പിന്നിലുള്ള ഭാവന, അതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഫലം വിപരീതമായത്, ചൂതിൽ തോൽപ്പിക്കപ്പെട്ടത് എന്നൊക്കെ ഇവിടെ യുക്തിചിന്ത നടത്തുന്നത് നമുക്ക് കാണാം. എന്താണ് ഈ യജ്ഞം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, യജ്ഞം പലതരത്തിൽ നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. യജ്ഞത്തെ എന്താണ് ഏറ്റവും കൂടുതൽ പറയുന്നത് സൂര്യൻ, അതായത് ഈ ലോകത്ത് നാം കാണുന്ന മനുഷ്യരല്ലാത്ത ജീവജാലങ്ങളെ എടുത്തു നോക്കൂ, അവരുടെ കർമ്മം ചെയ്യുന്നത് നോക്കൂ. എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണോ സൂര്യൻ ഉദിക്കുന്നത്? എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണോ ചന്ദ്രൻ ഉദിക്കുന്നത്? എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണോ മരം കായ്ച്ചു നിൽക്കുന്നത്? അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണോ മരം തണൽ നൽകുന്നത്? ഒന്നും വേണ്ട. പ്രതീക്ഷിക്കുന്നത് ആരാണ്? ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഫലം പ്രതീക്ഷിക്കുന്നത് ആരാണ്? മനുഷ്യൻ മാത്രമാണ്. യാതൊരു ഇതുമില്ലാതെ എന്താ പറയാ, ജലത്തെ നീരാവിയാക്കി ആകാശം അവിടെ അതിന് സ്പേസ് കൊടുത്ത്, അല്ലെ, സൂര്യൻ ജലത്തെ നീരാവിയാക്കി ആകാശം അതിനവിടെ സ്പേസ് കൊടുത്ത് ഇത് താഴോട്ട് മഴയായിട്ട് വർഷിക്കുകയും അത് ജലാതി സംഭരണികളിലൊക്കെ എത്തിച്ചേരുകയും അത് മനുഷ്യന് കൃഷിയും സംഗതികളും ഒക്കെ ഉണ്ടാക്കാൻ മനുഷ്യന് ജീവൻ, അല്ലെ, വായുവും സൂര്യനും ഒന്നും അവയുടെ പ്രവൃത്തി ചെയ്യുന്നില്ല എങ്കിൽ മനുഷ്യൻ ഇവിടെ ജീവിക്കാൻ സാധിക്കുമായിരുന്നു? ആലോചിച്ച് നോക്കൂ. ഒരു കാരണവശാലും ഇല്ല. പക്ഷേ അവയെ ദൈവമായിട്ട് ആരാധിക്കുന്നതിനെ മനുഷ്യൻ എന്താ പറയുന്നത്?
അന്ധവിശ്വാസമാണ് എന്ന് പറയും, അല്ലെ? അതായത് നമുക്ക് ജീവനും ജീവിതവും നൽകുന്ന ജീവജാലങ്ങളെ ഈശ്വരനായിട്ട് ആരാധിക്കുന്നതിൽ എന്താണ് തെറ്റ്? കാരണം യാതൊരു കർമ്മ ഫലവും പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന പ്രവൃത്തി, അതാണ് യജ്ഞം എന്ന് പറയുന്നത്. അതാണ് സഹയജ്ഞാ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യധ്വം ഏഷവോസ്ത്വിഷ്ടകാമധുക് എന്ന് പറയും ഭഗവത്ഗീത. അതായത് യജ്ഞത്തോടു കൂടിയാണ് പ്രജകളെ സൃഷ്ടിച്ചത്. എന്താണ് യജ്ഞം? കർമ്മഫലത്തെ പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന പ്രവൃത്തിയാണ് യജ്ഞം എന്ന് പറയുന്നത്. ഈ യജ്ഞം സൃഷ്ടിച്ചിട്ട് നിങ്ങൾ ഇതുകൊണ്ട് വലുതാവുകയും തന്നെയല്ല, എന്താണ് യോ ഭുങ്ക്തേ സ്തേന ഏവ സഹ, തനിക്ക് യജ്ഞശിഷ്ടാശിന സന്തോ മുച്യന്തേ സർവകിൽബിഷൈഹി ഭുഞ്ജതേ തേ ത്വഖം പാപ യേ പചന്ത്യാത്മകാരണാ. ഭഗവത്ഗീത പറയും, അതായത് നമ്മൾ എന്ത് ഉണ്ടാക്കുന്നുവോ അതിന്റെ ഒരു ഭാഗം ആർക്കെങ്കിലും ദാനം ചെയ്യുക എന്നുള്ളത്, അങ്ങനെയുള്ളവരാണ് സജ്ജനങ്ങൾ. അവരാണ് ശരിയായ ഫലം അനുഷ്ഠിക്കുന്നവർ, ശരിയായ ഫലം നേടുന്നവർ എന്നുള്ളത്. കാരണം എന്താ? ഫലം പ്രതീക്ഷിക്കാതെ കർമ്മം ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ്. ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അതിൻ്റെതായ ഫലം ഉണ്ടാവുകയും ആ ഈശ്വരാരാധനയായിട്ട് തന്റെ കർമ്മത്തെ മാറ്റുകയും ചെയ്യുന്നവർക്ക് തന്റെ കർമ്മത്തിൽ നിന്ന്, അതായത് കർമ്മ ആസക്തിയോട് ആസക്തി ഇല്ലാതെയാവുകയും, ഈ കർമ്മ ആസക്തി ഇല്ലാതെയാകുമ്പോൾ പുതിയ പുതിയ വാസനകൾ ഉണ്ടാകാതെ ഇരിക്കുകയും ചെയ്യും. ഇങ്ങനെ ഇല്ലാതിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ യോ ഭുങ്ക്തേ, ആർക്കും കൊടുക്കാതെ സ്വയം ഉണ്ടാക്കുക, സ്വയം ഭക്ഷിക്കുക, ഇങ്ങനെ ചെയ്യുന്നവൻ സ്തേന ഏവ സഹ എന്ന് ഭഗവത്ഗീത പറയും. അവൻ കള്ളൻ തന്നെയാണ് എന്നാണ്. അതായത് നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിന്റെ പിന്നിൽ എന്തോ ചില ഗുണവൈകല്യം ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ഫലം വിപരീതമായിട്ട് ചൂടിൽ തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ യജ്ഞം അനുഷ്ഠിച്ചത് കുഴപ്പമായി എന്നുള്ളത് കൊണ്ടല്ല, ആ യജ്ഞം അനുഷ്ഠിക്കുന്നതിന്റെ പിന്നിലുള്ള ഭാവന, അല്ലെങ്കിൽ അതിന്റെ പിന്നിലുള്ള എന്തെങ്കിലും ഒരു സംഗതിയിൽ വൈകല്യം വന്നതുകൊണ്ട് തന്നെയാണ്. തന്നെയല്ല, ധർമാത്മാവായിട്ടുള്ള യുധിഷ്ഠിരൻ ആരാണ്? സത്യവാദിയാണ്, അല്ലെ? ദ്രൗപദിയും അതുപോലെ സാധ്വിയാണ്. അനുജന്മാരൊക്കെ തന്നെ വളരെ യോഗ്യന്മാരാണ്. അപ്പൊ ദ്രവ്യശുദ്ധി ഇല്ലായ്മ കൊണ്ട് ഗുണവൈകല്യം സംഭവിച്ചതാകാം, അല്ലെങ്കിൽ അഭിമാനത്തോടെ അഹങ്കാരത്തോടെ ചെയ്തത് കൊണ്ടാവാം ആ യാഗത്തിന് കുറവ് സംഭവിച്ചത് എന്നുള്ളതാണ്. അഹങ്കാരം, ഞാൻ ചെയ്യുന്നു എന്ന ഭാവനയോടുകൂടി ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ, ഞാനാണ് ഇതിന്റെ എല്ലാം എന്ന് വിചാരിച്ചുകൊണ്ട് എന്ത് പ്രവൃത്തി ചെയ്താലും ആ പ്രവൃത്തിയുടെ സുഖദുഃഖാദ്യ അനുഭവങ്ങൾ അവനവൻ ഏറ്റെടുക്കുകയും അത് തീർച്ചയായിട്ടും ദുഃഖത്തിന് ലോകത്ത് കാരണമാവുകയും ചെയ്യും എന്നൊക്കെ ഈ ഒരു ഭാഗം നമ്മളോട് വിശദീകരിക്കുന്നു. പിന്നെ കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അംശം എന്ന് പറയുന്നത് എന്താണ്? ധർമ്മം എന്ന് പറയുന്നതിന് വരുന്ന വ്യത്യാസങ്ങളാണ്. ധർമ്മം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അതായത് ഒരു സമയത്ത് ധർമ്മം എന്ന് പറയുന്നത് മറ്റൊരു സമയത്ത് ഒരു പക്ഷേ ധർമ്മമായിക്കൊള്ളണം എന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ, ധർമ്മം എന്ന് പറയുന്നതിന് ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം എന്ന് പറയുന്ന പോലെ, ധർമ്മം എന്ന് പറയുന്നതിന് കൃത്യമായിട്ട് ഇന്നതാണ് ധർമ്മം, ഇന്നതാണ് അധർമ്മം എന്ന് നിർവചിക്കുക സാധ്യമല്ല തന്നെ. സന്ദർഭവും അതിന്റെ പല സംഗതികളുമാണ് ധർമ്മത്തെ നിർവചിക്കുന്നത് എന്നുള്ളതാണ്. തന്നെയല്ല, ഇപ്പൊ അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യനെ കൊല്ലുന്നത്, തീർച്ചയായിട്ടും മറ്റൊരാളെ കൊല്ലുന്നത് തീർച്ചയായിട്ടും പാപമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. പക്ഷേ ഒരു സൈനികനാണ് തന്റെ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി കൊല നിർവഹിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അത് ധാർമ്മികമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. ഇങ്ങനെ ഒരേ പ്രവൃത്തിക്ക് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്തമായ ധാർമ്മിക നിർവചനം നൽകേണ്ടി വരുന്ന അവസരങ്ങൾ ഉണ്ടാകാം എന്നുള്ളതാണ്. ഇങ്ങനെ പല തരത്തിൽ ഉദ്ഗാതാവ്, പ്രതിഹർത്താവ്, ഇങ്ങനെയുള്ള ആളുകൾ, അതായത് ഒരു യജ്ഞ ഭാവനയിൽ എത്ര പുരോഹിതന്മാര് ഏതൊക്കെ തരത്തിൽ വേണം, അവരെ എങ്ങനെ ബഹുമാനിക്കണം, തന്നെയല്ല മാനസികമായിട്ടുള്ള യജ്ഞം, അത് വളരെ മാനസികമായിട്ടുള്ള യജ്ഞം എന്ന് പറയുന്നത് മനസ്സിനാണ്, മനസ്സുകൊണ്ടാണ് ഹോമിക്കേണ്ടത്. അതായത് വെറുതെ ദ്രവ്യങ്ങളെ കൊണ്ട് ഹോമിച്ചുകൊണ്ട് കാര്യമില്ല. വിവേകാനന്ദ സ്വാമികൾ പറയും, ഈ ദാനം ഒക്കെ നിർവഹിക്കുന്ന സമയത്ത് അവൻ നശിച്ചു പോട്ടെ, എങ്ങനെയെങ്കിലും അവൻ കൊണ്ടുപോട്ടെ, 25 പൈസയെങ്കിലും അത്രയാ അവനങ്ങോട്ട് കൊടുത്തേക്കാവും,
നശിച്ചുപോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുക്കുന്ന ദാനത്തിന് യാതൊരു ഫലവുമില്ല എന്നാണ്. ശ്രദ്ധയാ ദാനം കുര്യാത് എന്നാണ്. ശ്രദ്ധ എന്ന് പറയുന്ന ആസ്തിക്യ ബുദ്ധിയോടുകൂടി, അതായത് മാനസികമായിട്ടുള്ള യജ്ഞം ചെയ്യുന്ന ബ്രാഹ്മണൻ ഭഗവതിയായിട്ടുള്ള ജഗദംബികയെ ഉദ്ദേശിച്ചുകൊണ്ട് ദ്രവ്യങ്ങളെ പ്രാണരൂപമായ അഗ്നിയിൽ ഹോമിക്കണം എന്നാണ്. അതായത് അവിടെ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? മാനസികമായിട്ടുള്ള യജ്ഞം, അവനവനിൽ വരുന്ന ഒരു പരിപൂർത്തി, അവനവനിൽ വരുന്ന ഇതില് തതുദ്ദേശേന തദ്ദ്രവ്യം പൂനേ പ്രാണാഗ്നിഷു ദ്വിജഃ പശ്ചാച്ചിത്തം നിരാലംബം കൃത്വ പ്രാണാനവിപ്രഭോ എന്ന് പറയുന്നുണ്ട്. അതായത് മാനസികമായ യജ്ഞം ചെയ്യുന്ന ബ്രാഹ്മണൻ ഭഗവതിയായ ജഗദംബികയെ ഉദ്ദേശിച്ചുകൊണ്ട് ദ്രവ്യങ്ങളെ പ്രാണരൂപിയായ അഗ്നിയിൽ ഹോമിക്കണം. അപ്പൊ അല്ലയോ വിഭോ, അങ്ങയുടെ മനസ്സിനെ നിർവിഷയമാക്കിയതിനു ശേഷം പ്രാണങ്ങളെയും സുഷുമ്നാ മാർഗത്തിലൂടെ നിത്യബ്രഹ്മത്തിൽ ഹോമിക്കണം. ഇതൊക്കെ ഇവിടെ പറയും. നിർവിഷയമാക്കിയിട്ടുള്ള മനസ്സിനെയും അതുപോലെ പ്രാണങ്ങളെയും ഒക്കെ നിത്യബ്രഹ്മത്തിൽ ലയിപ്പിക്കണം എന്ന് പറയും. അനുഭൂതിയാൽ സ്വയം സാക്ഷാത്കരിച്ചിരിക്കുന്ന മഹേശ്വരിയെ അതിനുശേഷം ശാന്തമായിട്ട് സമാധി യോഗത്താൽ മനസ്സിൽ ധ്യാനിക്കണം. ഇത് നമ്മളെ എന്താ ഓർമ്മപ്പെടുത്തുക എന്നറിയോ? ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാ ദേവ ആരാധനയും തീർച്ചയായും ഇത് അഷ്ടാംഗ യോഗത്തിന്റെ ഒരു പദ്ധതിയാണ് വിശദീകരിക്കുന്നത്. മേൽപ്പത്തൂര് മനോഹരമായിട്ട് ഇതിനെ പറയും. എന്താണ്? താരമന്തരനുചിന്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മല ഇന്ദ്രിയാണി വിഷയാദധാപഹത്യാസ്മഹേ ഭവതുപാസനോന്മുഖ അസ്ഫുടേവ പുഷിതേ പ്രയത്നതോ ധാരയേമധിഷണാം മുഹുർമുഹു. സ്ഫുടമല്ലാത്ത അങ്ങയുടെ വപുസ്സിൽ വളരെ പ്രയത്നം ചെയ്തുകൊണ്ട് ബുദ്ധിയെ സംവേശിപ്പിക്കണം. ധാരയേമധിഷണാം മുഹുർമുഹു. അപ്പൊ എന്താ ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ, തേന ഭക്തിരസം അന്തരാർദ്രതാമുദ്വഹേമ ഭവതംഘ്രി ചിന്തകാ. അങ്ങയുടെ പാദസ്മരണം ചെയ്യുന്നവരെ സംബന്ധിച്ച് ആ ഒരു സംഗതി വരുമ്പോൾ അവനവന്റെ ഉള്ളിൽ നിന്ന് ഭക്തി എന്ന് പറയുന്ന ഭാവം ഉണ്ടാവും. അപ്പൊ എന്താ ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ, എന്താണ്? ഓരോ അംഗത്തിലും ആദ്യം കാല് വരും, അപ്പൊ കൈ വരില്ല, കൈ വരുമ്പോ കാല് വരില്ല. ഇങ്ങനെ സാങ്കോപാംഗമായിട്ടുള്ള ഉപാസനയും ദേവിയെ ആയാലും ഏത് ആരാധനാ സമ്പ്രദായം അത് തന്നെയാണ് ഇവിടെ വിശദീകരിക്കുന്ന ഈ ഒരു മാർഗം എന്ന് പറയുന്നത്. അതായത് ഇതിനെ ധ്യാനിക്കണം എന്നാണ്. അപ്പോ ആത്മാവിനെ സർവഭൂതസ്ഥമായും സർവഭൂതങ്ങളെ ആത്മാവിലും നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ കുറെ കാലത്തെ പരിശീലനം കൊണ്ട്, അതായത് എന്താണ്, കുറെ കാലം ഇങ്ങനെ പരിശീലിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ഈ ദേവീ സ്വരൂപം ഇങ്ങനെ നിലകൊള്ളുകയും ആ ദേവീ സ്വരൂപത്തെ സർവചരാചരങ്ങളിലും, അതായത് അവനവന്റെ ഉള്ളിൽ മാത്രമല്ല മറ്റ് ഈ ലോകത്തുള്ള സകല ചരാചരങ്ങളിലും നമുക്ക് ദർശിക്കാനും സാധിക്കും. ഈ ആത്മാവിനെ സർവഭൂതങ്ങളിലും സർവഭൂതങ്ങളെ ആത്മാവിലും ഒക്കെ തന്നിൽ സർവഭൂതങ്ങളെയും താൻ എല്ലാ ഭൂതങ്ങളിലും ആരാണോ കാണുന്നത് അപ്പോൾ പരമമംഗള സ്വരൂപിണിയായ ഭഗവതിയെയും കാണുന്നു എന്നാണ്. ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ എന്താണ് അതിന്റെ ബാക്കി ഭാഗം എന്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നില്ല. താരമന്തരനുചിന്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മലാ ഇന്ദ്രിയാണി വിഷയാദധാപഹത്യാസ്മഹേ ഭവതുപാസനോന്മുഖ അസ്ഫുടേവ പുഷിതേ പ്രയത്നതോ ധാരയേമധിഷണാം മുഹുർമുഹു തേന ഭക്തിരസമന്തരാർദ്രതാമുദ്വഹേമ ഭവതംഘ്രി ചിന്തകാ വിസ്ഫുടാവയവ ഭേദസുന്ദരം വദ്വപു സുചിരശീലനാവശാത്. ഒരുപാട് കാലം ഇങ്ങനെ ശീലിക്കുമ്പോ സ്ഫുടാവയവ സ്വരൂപിണിയായിട്ടുള്ള അങ്ങയുടെ സ്വരൂപം മനസ്സിൽ വരികയും സുചിരശീലനാവശാ അശ്രമം മനസി ചിന്തയാമഹേ ധ്യാനയോഗ നിരതാസ്ത്വദാശ്രയാ. പിന്നെ തത്സമാസ്വദനരൂപിണീം സ്ഥിതിം ത്വത്സമാധിമയി വിശ്വനായക. ഇങ്ങനെ ദേവിയെ ആരാധിച്ച് അത് മനസ്സിൽ അന്തരാത്മാവിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആനന്ദം മാത്രമായിട്ട് അവശേഷിക്കുന്ന, അതായത് ഞാൻ പോലും ഇല്ലാതെയാകുന്ന സുഷുപ്തിയിൽ നാം അനുഭവിക്കുന്ന അതേ ആനന്ദത്തെ അതേ അഭിനിവേശത്തോടു കൂടി അനുഭവിക്കാൻ സാധിക്കുകയും അവനവൻ തന്നെ, അതായത് ഈ ജ്യോത്സ്ന എന്ന് പറയുന്ന ശരീരമില്ല,
യാതൊന്നുമില്ല. അതായത് എന്റെ ചുറ്റിപ്പറ്റി ഞാൻ അഭിമാനിക്കുന്ന യാതൊരു വസ്തുക്കളെയും കാണാതെ എന്റെ അന്തരാത്മാവിലുള്ള ആനന്ദ സ്വരൂപത്തെ അനുഭവിക്കാൻ സാധിക്കുന്ന തരത്തിൽ സച്ചിദാനന്ദ സ്വരൂപിണിയായ ജഗദംബികയെ ദർശിക്കുന്നതോടുകൂടി അവൻ ബ്രഹ്മജ്ഞാനിയായി തീരുന്നു എന്ന് പറയും. അല്ലയോ രാജൻ, അവനെ സംബന്ധിച്ച മായാദി കാര്യങ്ങളൊക്കെ അത് നശിക്കുകയും പ്രാരബ്ധം എന്ന് പറയുന്നത് അനുഭവിച്ചു തീർക്കുന്നതിന് വേണ്ടി മാത്രമായിട്ട് ശരീരം നിലനിൽക്കുകയും ചെയ്യും. പിന്നെ അയാൾ ചെയ്യുന്ന പ്രവൃത്തി മുഴുവൻ ഈശ്വരാരാധനയാണ്. അതായത് ഈ ശരീരം എന്തിനാണോ നിലനിർത്തേണ്ടത് അതിനു വേണ്ടി മാത്രം ജീവൻ മുക്തനായിട്ടുള്ള ഒരു മനുഷ്യൻ മരിച്ചതിന് ശേഷം പരമപുരുഷാർത്ഥമായിട്ടുള്ള മോക്ഷത്തെ പ്രാപിക്കുന്നത്. മോക്ഷസൗഖ്യേപ്യനീഹ, മോക്ഷം എന്ന് വേണം എന്നുള്ള പോലും ഒരു ആഗ്രഹം അങ്ങനെയുള്ള ഒരു ആത്മാവിന് ഉണ്ടാവുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യജ്ഞം മോക്ഷപ്രദമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. സകാമമായിട്ട് യജ്ഞങ്ങളുണ്ട്, അകാമമായിട്ടും യജ്ഞങ്ങൾ ചെയ്യാം. അത് ആത്മസ്വരൂപമായിട്ടുള്ള ദേവിയുടെ ആരാധനാരൂപമായിട്ട് അവനവന്റെ അന്തരാത്മാവ് കൊണ്ട് നിർവഹിക്കുമ്പോൾ മാത്രമേ അതിന് ഫലം ഉണ്ടാകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വൈരം എന്ന് പറയുന്ന സാധനം മനുഷ്യന് ഏതൊക്കെ തരത്തിൽ ദോഷം ചെയ്യുന്നു, തന്നെയല്ല ലോകത്ത് കാണുന്ന സകല കാര്യങ്ങളെയും അവനവന് വേണം, എനിക്ക് ഉണ്ടാക്കണം, എനിക്ക് അങ്ങനെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വളരെ ആത്മസന്തോഷപ്രദമായിട്ട് മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തി യാഗം നടത്തുന്നതിന്റെ ദോഷഫലങ്ങളെ കുറിച്ചും ഇപ്പൊ എന്താണ് ദുരാത്മാവായിട്ടുള്ള തക്ഷകനോട് വിദ്വേഷം തീർക്കാൻ വേണ്ടിയുള്ള യാഗമായിരുന്നല്ലോ സർപ്പയജ്ഞം ജനമേജയന്റെ. അപ്പൊ അതുകൊണ്ട് അത് മാനസമായിട്ടുള്ള യജ്ഞമാണ് ഫലവത്താകുന്നത് എന്ന് പറയുമ്പോൾ വിജയാഭിലാഷമുള്ള ഒരു രാജാവിന് ചെയ്യാൻ പറ്റിയതല്ല യജ്ഞം എന്ന് പറഞ്ഞുകൊണ്ട് സർപ്പയജ്ഞത്തെ ഉദ്ധരിക്കുകയും ആ ദുരാത്മാവായിട്ടുള്ള തക്ഷകനോടുള്ള വിദ്വേഷം തീർക്കാൻ വേണ്ടി ചെയ്ത യാഗമായതുകൊണ്ട് അദ്ദേഹത്തിന്റെ അത് ദോഷപ്രദമാണ് എന്നും അതുകൊണ്ട് ദേവീ യജ്ഞത്തെ വളരെ വിസ്തരിച്ച് അങ്ങ് നിർവഹിച്ചാലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിഷ്ണു ആ യജ്ഞം ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വിഷ്ണു ചെയ്ത യജ്ഞത്തെ കുറിച്ചാണ് പിന്നീട് പറയാൻ പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വിഷ്ണു അനുഷ്ഠിച്ച അംബികാമഖം എങ്ങനെയായിരുന്നു, ഹരി എങ്ങനെയാണ് യജ്ഞം ചെയ്തത് എന്നതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് ഇവിടെ വിശദീകരിക്കുന്നു. ഇത് നമ്മുടെ ഈ ഒരു ഭാഗത്തെ നമ്മൾ നോക്കുമ്പോൾ പ്രധാനമായിട്ട് മനസ്സിലേക്ക് വരുന്ന ഒരു വിശിഷ്ടമായ കാര്യം എന്ന് പറയുന്നത് ആരാധന എന്ന് പറയുന്നത് ആത്മാവിനെ നവീകരിക്കുന്ന തരത്തിൽ എങ്ങനെയാണ് മാറുന്നത് എന്നും ശിവശങ്കരാദികളായിട്ട് നമ്മൾ ആരാധിക്കുന്ന രൂപങ്ങൾക്ക് എന്താണ് അപര്യാപ്തത എന്നും അതിനെ അതിക്രമിച്ചു കൊണ്ടുപോകുന്ന ദേവീ സങ്കല്പത്തെ, അതായത് ദേവീ സങ്കല്പം എന്ന് പറയുന്നത് കൊണ്ട് ശിവശങ്കരാദികളായിട്ടുള്ള ശരീരരൂപത്തിലുള്ള ആരാധന ഏത് തരത്തിലാണ് ദോഷപ്രദമാകുന്നത് എന്നും ഇതുപോലെ എന്താണ് ഓരോ യാഗവും, അതായത് നമ്മുടെ പുരാണ കഥകളിൽ നടത്തിയിട്ടുള്ള ഓരോ യാഗങ്ങളെയും ഉദ്ധരിച്ചുകൊണ്ട് ഈ യാഗങ്ങൾ എങ്ങനെയൊക്കെയാണ് ലോകത്ത് നന്മ വരുത്തിയിട്ടുള്ളത് എന്നുമൊക്കെ വളരെ വിശദമായിട്ട് ഈ പുസ്തകം ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ അനേക തരത്തിലുള്ള സൃഷ്ടികളെ കുറിച്ച്, അതായത് അണ്ഡജം, സ്വേദജം, ഉദ്ഭിജം, ജരായുജം എന്നിങ്ങനെ 4 വിഭാഗത്തിലുള്ള ജീവ സൃഷ്ടികളെ കുറിച്ച് പറയുന്നത് കാണാം. എന്നുവെച്ചാൽ സ്വേദജം എന്ന് പറഞ്ഞാൽ കൃമി ദംശാദ്യാഹ, സ്വേദജാഹ കൃമിദംശാദ്യാഹ, പിന്നെ പക്ഷി സർപ്പാദയോ അണ്ഡജാഹ, പിന്നെ ഉദ്ഭിജഹ എന്ന് പറയുന്നത് തരുഗുൽമാദ്യാഹ, മരങ്ങളും ഒക്കെയാണ് ഉദ്ഭിജം എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്നത്. അണ്ഡജങ്ങൾ പക്ഷികളൊക്കെയാണ്, കൃമികളൊക്കെയാണ് സ്വേദജങ്ങൾ എന്ന് പറയുന്നത്. ഗർഭാശയത്തിൽ നിന്നുണ്ടാകുന്ന നമ്മളെ മനുഷ്യരെ പോലെയുള്ളവരാണ് മനുഷ്യ മൃഗാദികളെയാണ് ജരായുജം എന്ന് പറയുന്നത്. ഇങ്ങനെ 4 തരത്തിലുള്ള സൃഷ്ടികർമ്മത്തെ സാധിക്കുന്നത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ ഇച്ഛാനുസാരം ഇതെങ്ങനെയാണ് നിർവഹിക്കുന്നത്. ഇങ്ങനെ പക്ഷെ
ഈ സൃഷ്ടികളെയൊക്കെ ഇന്ന് വളരെയേറെ എന്താ പറയുക വിമർശിക്കപ്പെടുന്നത് നമുക്ക് കാണാം. സ്വേദജമായിട്ട് സൃഷ്ടി ഉണ്ടാകുന്നത് ഇതിനെപ്പറ്റി വിമർശിക്കുന്നത് നമുക്ക് ഒരുപാട്, അതായത് ഈ പുരാണ കഥകളിലൊക്കെ സ്വേദജത്തിൽ നിന്നുണ്ടാകുന്ന സൃഷ്ടിയെയും മനുഷ്യനായിട്ട് രൂപപ്പെടുന്നതിനെയൊക്കെ വിശദീകരിക്കുന്നുണ്ട്. പുരാണ കഥകളെ ചില അംശങ്ങൾ, എല്ലാ അംശങ്ങളും എന്നുള്ളതല്ല, ചില അംശങ്ങളെ അതാതിന്റെ രൂപത്തിൽ ധരിക്കുന്നതിന് പകരം അങ്ങനെ ഒരു പ്രമേയത്തെ അവിടെ കൊണ്ടുവരാനുണ്ടായ കാരണം എന്താണ്, അഥവാ അതിന്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോൾ അത് എന്താണ് നമ്മളോട് സ്വാഭാവികമായിട്ട് സംവദിക്കുന്നത് എന്ന് അന്വേഷിക്കുന്നതാവും നന്നാവുക. അല്ലാണ്ട് അതിന്റെ എന്താ പറയുക ലൗകികമായിട്ടുള്ള ഒരു ധർമാധർമ്മ വിവേചനത്തെ ധർമാധർമ്മ വിവേചനം എന്നല്ല അതിന് പറയേണ്ടത്, ലൗകികമായി ശരിയോ തെറ്റോ എന്നുള്ള തരത്തിലുള്ള ഒരു വിവേചനം ചെയ്ത് നിർവഹിച്ചുകൊണ്ട് നമ്മളുടെ പുരാണ ഋഷിമാർ എഴുതി വെച്ചിരിക്കുന്നത് മുഴുവൻ അബദ്ധജടിലങ്ങളാണ് എന്ന് പുതിയ തലമുറ ധരിക്കുമ്പോൾ ഉണ്ടാകുന്നത് അതിന്റെ ഒരു ആന്തരമായിട്ടുള്ള ഫലം എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഭാരതീയമായിട്ടുള്ള അഥവാ പൂർവപുരാതനമായിട്ടുള്ള ഋഷി പരമ്പര നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒന്നിനോടും എന്താ പറയാ ഒരു മതിപ്പില്ലാത്ത ഒരു പുതിയ തലമുറ രൂപപ്പെട്ടു വരും എന്നുള്ളതിനപ്പുറത്ത് ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ്. അതായത് വൈദേശികമായിട്ടുള്ളത് മുഴുവൻ എന്തോ ഗംഭീരമായിട്ടുള്ള ഒരു സംഗതിയാണ് എന്നും നമ്മുടെ പൂർവ്വ ഋഷി പരമ്പര വെച്ചിട്ടുള്ളത് മുഴുവൻ വളരെ മോശമായിട്ടുള്ള ഈ മാതിരി മഹാമണ്ടത്തരങ്ങളാണെന്നും ധരിക്കുന്ന ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കാം എന്നുള്ളതല്ലാതെ ഈ തരത്തിലുള്ള ചിന്തകളെ കൊണ്ട് യാതൊരു കാര്യവും ഈ മനുഷ്യരാശിക്ക് നേടാൻ പോകുന്നില്ല എന്നാണ്. നമ്മളുടെ തലമുറയുടെ എന്താ പറയാ ഒരു ഉണ്ടാക്കി വെച്ചതിനോട് ആദരവില്ലാതെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് പുതിയ തലമുറ ഒരു പുതിയ സംസ്കാരത്തിലും ഒരു ഭാരതീയമായിട്ടുള്ളത് മുഴുവൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ, ഈവൻ സംസ്കൃതം എന്ന ഭാഷ പോലും ഉപേക്ഷിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ്. സ്വീകരിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും ഒരു കാലഘട്ടത്തിൽ അതുപോലും ഉണ്ടായി നമ്മുടെ രാജ്യത്ത്. എങ്ങനെ അത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഇത്ര മഹത്തായ ഒരു ഭാഷയെ ഇത്രയേറെ പലതരത്തിലുള്ള അർത്ഥങ്ങളെ, അത് ശ്ലോകങ്ങൾ ഇതിൽ ഉണ്ടായിരുന്നു, പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്നില്ല. അതായത് ഒരേ വാക്കിന് വ്യത്യസ്തമായ അർത്ഥ സംവേദനം നടത്തുന്ന ശ്ലോകങ്ങൾ ഇതിലുണ്ട്. ഒരേ വാക്ക് തന്നെയാണ്. അതായത് നമ്മൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ സിനോണിംസ് എന്ന് പറയുന്നത് സിനോണിം തന്നെയാണോ? അതായത് നമ്മൾ അതിനെ എന്താ പറയാ പര്യായ പദങ്ങളായിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ വ്യത്യസ്ത ഒരു വാക്ക് വ്യത്യസ്ത അർത്ഥങ്ങളെ സംവേദിപ്പിക്കുന്നതും വ്യത്യസ്ത അർത്ഥങ്ങളെ സംവേദിപ്പിക്കുന്ന, അതായത് ഒന്നായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് വ്യത്യസ്തമായ അർത്ഥങ്ങളിലൂടെ സഞ്ചരിക്കും. ഉദാഹരണം ഞാൻ പറയാം, മലയാള ഭാഷയിൽ പറയുകയാണെങ്കിൽ വാനമേ ഗഗനമേ വ്യോമമേ സുരസിദ്ധസ്ഥാനമേ വിഹായസേ നഭസ്സേ നമസ്കാരം. ഇങ്ങനെയാണ് വള്ളത്തോൾ പറഞ്ഞത്. വാനമേ ഗഗനമേ വ്യോമമേ സുരസിദ്ധസ്ഥാനമേ വിഹായസേ നഭസ്സേ നമസ്കാരം. ഇതൊക്കെ ആകാശത്തിന്റെ പര്യായമാണ്. ആകാശമേ നമസ്കാരം എന്ന് പറയേണ്ടതിന് പകരം വാനമേ ഗഗനമേ വ്യോമമേ സുരസിദ്ധസ്ഥാനമേ എന്നൊക്കെ പറയേണ്ട ആവശ്യം എന്താ? ഈ വാക്കുകൾ വ്യത്യസ്തമായ അർത്ഥങ്ങളെയാണ് സംവേദിപ്പിക്കുന്നത്. അതായത് ആകാശത്തിന്റെ വ്യത്യസ്ത ഗുണങ്ങളെയാണ് സംവേദിപ്പിക്കുന്നത്. അതായത് ഗമനം അവനം വിവിധം അസ്മിൻ സന്ധി ഇത് വ്യോമ. എന്താണ് അങ്ങനെ കുറെ നിരുക്തി, ഓരോ പദത്തിന്റെയും നിരുക്തി നമ്മൾ പരിശോധിക്കുമ്പോൾ വ്യത്യസ്തമായ അർത്ഥമാണ്. ദേവാദികൾ സഞ്ചരിക്കുന്നത് കൊണ്ട് ഗഗനം, ഇങ്ങനെ പല അർത്ഥങ്ങളിൽ. അതായത് ഗച്ഛന്ത്യസ്മിൻ ദേവാദേഹ ഇത് ഗഗനം, ഇങ്ങനെ അവനം വിവിധം അസ്മിൻ സന്ധി ഇത് വ്യോമ, ഇങ്ങനെ വ്യത്യസ്തമായ അർത്ഥങ്ങളെ ആകാശമേ നമസ്കാരം എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ കവിക്ക്? എന്തിനാണ് ഇങ്ങനെ പല വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്? ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ നമുക്ക് ഈ ദേവി ഭാഗവതത്തിന്റെ ചില ശ്ലോകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് മുഴുവനായിട്ട് വിശദീകരിക്കണം എന്നുണ്ട്, പക്ഷെ അതിന് നമ്മുടെ സമയം അനുവദിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് എന്തായാലും ഒരു ദേവി വൈശാഖ മാസത്തിന്റെ പൂർണ്ണത അനുഭവിക്കാൻ തീർച്ചയായിട്ടും ഈ ഒരു ഗ്രന്ഥം, നമ്മളെ ഏത് പുസ്തകം എടുത്താലും, അതിപ്പോ കൃഷ്ണകഥാഖ്യാനമാവട്ടെ,
രാമകഥാഖ്യാനമാകട്ടെ, ശിവകഥാഖ്യാനമാകട്ടെ, ദേവീപുരാണമാവട്ടെ, ഇതിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യം, ആത്യന്തികമായ സത്യം എന്ന് പറയുന്നത് ഒരേ വസ്തു, ഒരേ ബോധസ്വരൂപം. അതുകൊണ്ട് ആ ബോധസ്വരൂപത്തെ അനുഭവിക്കുവാൻ നമ്മുടെ ഇതില് ഈ പ്രാണായാമത്തിന്റെയും അതുപോലെ ധ്യാനത്തിന്റെയും ഒക്കെ വിവിധ അവസ്ഥാഭേദങ്ങളെ കുറിച്ച്, എങ്ങനെയാണ് ഈ നമ്മുടെ ഇത് സഞ്ചരിക്കുന്നത്, അതായത് ഈ പ്രാണൻ ഏത് മാർഗത്തിലൂടെയൊക്കെ സഞ്ചരിക്കുന്നു, ആത്മാവ് ഇതിൽ കൂടെയൊക്കെ പോകുന്നു, ഓരോ അവസ്ഥാവിശേഷങ്ങളെയും ഒക്കെ വിശദീകരിക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് ഇതില് കാണാൻ സാധിക്കും. ഇതുപോലെ എന്താണ് എല്ലാ അർത്ഥത്തിലും യത്നപൂർവകമായിട്ട് തന്നെ എല്ലാ പ്രകാരത്തിലും ശക്തികളെ ആദരിക്കുകയും പൂജിക്കുകയും ചെയ്യണമെന്നുണ്ട്. ഇങ്ങനെ ചെയ്താൽ ഭാരതഖണ്ഡത്തിൽ ആ ശക്തികൾ സർവകാമത്തിനും ഉതകുന്നവരായി തീരും എന്നും ഒക്കെ ഈ ഒരു കാവ്യം നമ്മളോട് പറയും. അതുപോലെ വൈദിക മന്ത്രങ്ങളും നാമങ്ങളും ജപിച്ചുകൊണ്ട് പൂജിക്കണം എന്നും, അത് മാഹാത്മ്യം ഭൂമിയിലും സ്വർഗത്തും അതുപോലെ മാനവരുടെ പൂജ നിമിത്തം ഈ ലോകം അഭിവൃദ്ധി പ്രാപിക്കും എന്നൊക്കെ. അതായത് സകാമമായിട്ടുള്ള യജ്ഞങ്ങൾ കാമത്തെ നിറവേറ്റി തരിക തന്നെ ചെയ്യും. പക്ഷെ ആ കാമത്തെ നിറവേറ്റുന്നതോടുകൂടി അതിന്റെ ആ ഒരു ഫലം അവിടെ അവസാനിക്കുകയും അത് ദുഃഖപ്രദമായിട്ട് തീരുകയും ചെയ്യും എന്നാണ്. അപ്പൊ സകാമം എന്നുള്ളത് ഉപേക്ഷിച്ചുകൊണ്ട് അകാമമായിട്ട് യജ്ഞത്തെ അനുഷ്ഠിക്കുവാനുള്ള ഒരു മാനസികമായിട്ടുള്ള വ്യാപാരം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ്. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു കഥ കൂടി ഇതിൽ വളരെ മനോഹരമായിട്ട് വിശദീകരിക്കുന്നു. അത് പറയാനുള്ള ഒരു സമയം ഇന്നില്ലാത്തത് കൊണ്ട് നമുക്ക് അടുത്ത ദിവസം അതിന്റെ പൂർണ്ണതയിലേക്ക് കടക്കാം എന്ന് തോന്നുന്നു. ഏതായാലും ഇതിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ തന്നെ മറ്റ് പുരാണങ്ങളിലുള്ള കഥകളിലെ ആഖ്യാനങ്ങളെ മുഴുവൻ മനോഹരമായിട്ട് വിശകലനം ചെയ്യുന്നത് നമുക്കിതിൽ കാണാൻ സാധിക്കും. ഏതായാലും ഒന്ന് ഒരു ഓടിച്ചു നോക്കാനുള്ള ഒരു അവസരം, ഒരു സന്ദർഭം എനിക്കും തന്നതിന് ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ബാക്കി നമുക്ക് അടുത്ത ഒരു ദിവസം ബാക്കി ആലോചിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. വളരെ സന്തോഷം. നവനീത് അജിത്തിനെ നന്ദി പ്രകാശനായി ക്ഷണിക്കുന്നു. നമസ്കാരം. അഖില കേരള തന്ത്രി സമാജം ഉത്തരമേഖല സംഘടിപ്പിക്കുന്ന വൈശാഖ മാസാചരണത്തിലേക്ക് ക്ഷണം സ്വീകരിച്ച് പ്രഭാഷണം ചെയ്ത ശ്രീമതി ഡോക്ടർ ജോസ്നയോടുള്ള ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. നിസാരൻ എന്ന് തോന്നിയ ബ്രാഹ്മണകുമാരനെ സത്യവ്രതനാക്കിയ ദേവിയുടെ കൃപ വർണ്ണിച്ചത് ഹൃദ്യമായി. വീണ്ടും ഞങ്ങളുടെ ആദരം അറിയിക്കുന്നു. ഇന്ന് പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. പ്രിയ ഗുരുനാഥൻ ഹരിയേട്ടനോടും ശ്രീരാമേട്ടനോടും സഹപാഠികളോടുമുള്ള സ്നേഹവും ആദരവും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നാളെ 8 മണിക്ക് തന്നെ വീണ്ടും ഡോക്ടർ ജോസിന്റെ പ്രഭാഷണം ഉണ്ടാവുന്നതാണ്. എല്ലാവരും ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. നന്ദി, നമസ്കാരം.